ലോകമെമ്പാടുമുള്ള ഫ്ലവേഴ്സ് ടിവിയുടെ പ്രേക്ഷകർക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വന്തം കോമഡി ഉത്സവത്തിലേക്ക്. ഇന്ന് നമ്മുടെ ഓഡിയൻസിന് ആദ്യം ഒന്നും കൂടി ഒന്ന് പരിചയപ്പെടുത്തട്ടെ. എല്ലാരെയും ഒരൊറ്റ പേരിട്ട് വിളിക്കാം. രതീഷ്. ഇനി നമുക്ക് നമ്മുടെ കാര്യക്കാരെ സ്വാഗതം ചെയ്യട്ടെ. വലിയ കൈഡിയോടുകൂടി സ്വാഗതം ചെയ്യാം ടിനി ടോം. ലെറ്റ്സ് വെൽക്കം കലാഭവൻ പ്രജോദ്. കോമഡി ഉത്സവത്തിൽ ഇനി അടുത്തത് ഒരു സ്പെഷ്യൽ പെർഫോമൻസ്. ലെറ്റ്സ് വെൽക്കം പ്രേമവല്ലി. നമസ്കാരം. 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 ശരിക്കും ചെയ്യാൻ പോകുന്ന ആക്ട് ആദ്യമേ പറയണം അല്ലേ? ചെയ്യാൻ പോകുന്ന എന്താണ് ഇവിടെ? ഒരു വിളക്കാട്ടം. വിളക്കാട്ടമാണ് ചെയ്യാൻ പോകുന്നത്. വിളക്കാട്ടം എത്ര വർഷമായിട്ട് ചെയ്യുന്നുണ്ട്? ഇപ്പൊ 3 വർഷം തുടങ്ങിയിട്ട്. 3 വർഷമായുള്ളൂ ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് ആണ്. അതിനു മുമ്പ് അപ്പൊ ഡാൻസ് ചെറുങ്ങനെ കളിക്കും, പഠിച്ചിട്ടൊന്നുമില്ല, വെറുതെ ഇങ്ങനെ കളിക്കും, അത്രമാത്രം ആണ്. അപ്പൊ ഈ 3 വർഷത്തിന് മുമ്പ് ഇതിങ്ങനെ തുടങ്ങാനുള്ള ഒരു കാരണം എന്താണ്? അത് എന്റെ പേരക്കുട്ടികൾ സ്കൂളിൽ ഒരു വാർഷികം ഉണ്ടായിരുന്നു. അപ്പോ ഞാനിങ്ങനെ വെറുതെ വെച്ച് വിളക്ക് ഇങ്ങനെ ഒരു ഡയലും തല വെച്ച് കളിക്കുമ്പോൾ മക്കൾ പറഞ്ഞു, അമ്മ എന്തായാലും ഇന്നൊരു ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെ സ്കൂളിൽ ഞാനൊരു ആദ്യം പെർഫോം ചെയ്യണം. കലക്കി. അത് കഴിഞ്ഞ് പിന്നീട് ഒരുപാട് വേദികളിൽ പെർഫോം ചെയ്യാൻ പറ്റി. ചെയ്തു. എന്നിട്ട് ഇതിന്റെ വീഡിയോ ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടോ? ഇട്ടു. എല്ലാരും ഭയങ്കര അഭിപ്രായം പറഞ്ഞില്ലേ? പറഞ്ഞു. അപ്പൊ ഇനി നമുക്കത് നേരിട്ട് കാണണം കേട്ടോ. ആരൊക്കെ കൂടെയൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? എല്ലാരും വന്നിട്ടുണ്ട്, മോളും മരുമകളും. അപ്പൊ അവരെയൊക്കെ നമുക്ക് കാണണം, അവരെയൊക്കെ ഇങ്ങോട്ട് വിളിക്കണം. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ആദ്യം ആ വിളക്കാട്ടം ഒന്ന് കാണണം. ശരി, ഓക്കെ? ഓക്കെ.
അമ്മ ഇതെന്തോന്നമ്മ? ഞാൻ പറയട്ടെ, വേറൊരു കാര്യം പറയട്ടോ. ഇപ്പോ ഈ ഡാൻസ് കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നണെന്നറിയോ, സ്വപ്നസുന്ദരി പാട്ടുണ്ടാക്കിയിരിക്കണം എന്തിനാണെന്നറിയോ? ഈ വെള്ളക്കാട്ടത്തിന് വേണ്ടിയാണ് കേട്ടാ. അത്ര ഗംഭീരമായിരുന്നു. ഞാൻ ചോദിക്കത്തില്ല, എണ്ണയൊന്നും ഇല്ലേ? ഇതൊക്കെ വീഴത്തില്ലേ? ഇതെങ്ങനെ? അതും 3 വർഷമേ ആയുള്ളൂ എന്ന് പറയുമ്പോ അമ്മ ഈ ടാലന്റ് നേരത്തെ എങ്ങാനും ആയിരുന്നുണ്ടല്ലോ. ഇന്നിപ്പോ ഇവിടെ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു നർത്തകിയായിരുന്നേ എന്നുള്ളതാണ്. കൊച്ചുമക്കൾ വരേണ്ടി വന്നല്ലേ ഇത് മനസ്സിലാക്കാൻ. പക്ഷെ അതിനെല്ലാത്തിൻ്റെ സമയമില്ല സാർ, അതാണ്. എന്തോന്ന് ഇനി അതാണ്, ഇനി അങ്ങോട്ടാണ് സമയം കേട്ടാ. എല്ലാവരും ഉഗ്രം കഴി. പക്ഷെ ഇതെങ്ങനെയല്ലേ ഇത് ശരിക്കും പറഞ്ഞ അമ്മ സമ്മതിച്ചേ പറ്റുള്ളൂ കേട്ടോ. നമുക്കത് അവിടെ കാണുമ്പോൾ നമ്മുടെയൊക്കെ ഉള്ളില് അമ്മയുടെ ഡാൻസിന്റെ സ്റ്റെപ്പെല്ലാം നമ്മൾ ആസ്വദിക്കുന്ന സമയത്തും ഇതിൽ നിന്ന് ഇച്ചിരി എണ്ണ വീഴോ, ഇതിന്ന് ആ തീ ഇതിയോ എന്നൊക്കെ ഉള്ള പേടിയും നമുക്കുണ്ട്. അമ്മ അത് അസലായിട്ടെന്ന് പറഞ്ഞുണ്ടല്ലോ, കലക്കി. നീ ഒന്നും പറയില്ല, ബാക്കിയൊക്കെ ടിൻചേട്ടനും പ്രജോട്ടനും പറയും. ടിൻചേട്ടാ, അമ്മ ഈ പെർഫോമൻസിൽ ഒന്ന് സൗന്ദര്യം. അമ്മേനെ കാണുമ്പോൾ പഴയ വൈജന്തിമാലേക്ക്, പഴയ ഹിന്ദി നായികമാരുടെ ഒരു ഗ്ലോ ആണ്. ഭയങ്കര ഭംഗിയായിട്ട് ഈ കോസ്റ്റ്യൂമാര് ഡിസൈൻ ചെയ്തത് സ്വന്തമാണല്ലേ. അപ്പൊ ഈ സൗന്ദര്യവും ഇത് ആസ്വദിക്കുന്ന കൂട്ടത്തിലൊരു ഭയം കൂടിയുണ്ട്. കാരണം തലയിലിരിക്കുന്നു, ഇത് സാധാരണ ഫിറ്റിംഗ് അല്ല, ഒരു തട്ടിപ്പുമില്ല. ഇത് സാധാരണ ഒരു വിളക്കാണ് തലയിൽ. ബാക്കി എല്ലാവരും ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. ഈ വിളക്ക് എന്നൊക്കെ പറഞ്ഞ് ഡാൻസിന് അതിന് പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക. ഇത് സാധാരണ ഒരു വിളക്കാ തലയിലെടുത്ത് വെച്ചിരിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ കത്തിക്കുന്ന വിളക്ക് മാത്രം. അതാണ്. അപ്പോ ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ലാണ്ട് തലയിലിരിക്കുമ്പോൾ നമുക്കൊരു ഭയം ഉള്ളിലുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി സമ്മിശ്രമായിട്ടാണ് ഞാൻ ഇവിടെ ഇരുന്ന് ആസ്വദിക്കുന്നതോടൊപ്പം ഒരു ഭയവും കിടക്കുകയാണ്. ഞാൻ വിചാരിച്ചു പഴയ സർക്കസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് ഇപ്പോഴായിരിക്കും അവസരം കിട്ടിയെന്ന്. അങ്ങനെ അമ്മയുടെ ബാല്യം തുടങ്ങുന്നുള്ളൂ. 3 വയസ്സായിട്ടുള്ളൂ ഈ കലാപരിപാടിക്ക്. അമ്മയ്ക്ക് 3 വയസ്സായിട്ടുള്ളൂ. 3 വയസ്സിലുണ്ടായ ഒരു പെർഫോമൻസ് ആണ്. അപ്പൊ ഇനി ഒരുപാട് വർഷങ്ങൾ കിടക്കാണ്. പല കാര്യങ്ങളും നമുക്ക് പെർഫോം ചെയ്യാനുണ്ട്. പ്രജോട്ടിലോട്ട് വരുന്നതിന് മുമ്പ് അമ്മയുടെ മകളും മരുമകളും വന്നിട്ടുണ്ട്. അവരെ നമുക്ക് ഇങ്ങോട്ട് ക്ഷണിക്കാം. വരൂ പ്ലീസ്, വരൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അമ്മയുടെ ഈ ഒരു കഴിവ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ ആരും പ്രാക്ടീസ് ചെയ്തില്ല? വിളക്ക് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്തില്ല? ഇല്ല അല്ലേ? പക്ഷെ കൊച്ചുമക്കളാണ് ഇത് അമ്മയെ പ്രോത്സാഹിപ്പിച്ചതെന്നാണല്ലോ പറയുന്നത് അല്ലേ? ഇന്ന് കാലത്ത് ഇവർ പരിചയപ്പെടാൻ വന്നു. ഇത് ഞാൻ പറഞ്ഞു ആരാണ് അമ്മ, ആരാന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. ഇത് മരുമോള്, അത് എല്ലാം ഒരുപോലെ ഇരിക്കുക. ശരിയാണ് കേട്ടോ, ശരിക്കും അതും ഒരേ ഡിസൈനൊക്കെ സാരിയൊക്കെ എടുത്ത് അതേപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ചോദിക്കട്ടെ, അമ്മ ഇത് ചെയ്യാനായിട്ട് അമ്മയ്ക്ക് വേദികൾക്കൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് പോകാറുണ്ടോ? ആണ്. അപ്പൊ അമ്മ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ. ഏതാ അമ്മ സിനിമ? അത് ആത്മാവ് എന്ന് പറഞ്ഞ സിനിമ. ആരുടെയാ അത്? അനീഷും പിന്നെ ഡൊമിനിക്കും. അനീഷും ഡൊമിനിക്കും അമ്മയായിട്ട്. ശരി. ഓക്കെ 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 ഓക്കെ. പ്രജോട്ടാ, അമ്മ ഈ 3 വർഷമുള്ള അമ്മ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയിട്ടെന്ന് പറയുന്നത്. പക്ഷെ അമ്മ ഇവിടെ ഡാൻസ് ചെയ്തപ്പോൾ ഒരു 30 വർഷം ഡാൻസ് പഠിച്ചൊരു എക്സ്പീരിയൻസ് ഉള്ള ആളങ്ങനെ വളരെ നല്ല ഭംഗിയോടെ അമ്മ കളിച്ചു എന്നുള്ളതാണ് കാര്യം. അപാര സ്റ്റെപ്പുകളൊന്നുമല്ല, ചില എക്സ്പ്രഷൻസ് അമ്മ ഒരു രക്ഷയില്ലാത്ത എക്സ്പ്രഷൻസാണ്. അതായത് ഈ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ കൊണ്ടാണ്. പിന്നെ ഏറ്റവും വലിയ അതിശയം എന്ന് പറയുന്നത്, നമ്മൾ വിളക്കാണ് ഇരിക്കുന്നത്, ആ ഒരു തിരി പോലും കെടാതെ അത് കൃത്യമായിട്ട് ചെയ്തു. അമ്മയ്ക്ക് എനിക്ക് തോന്നുന്നു സിനിമയിലേക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടും അമ്മ. കാരണം ഉറപ്പായിട്ടും പ്രേമവല്ലി ഒരു നല്ല സിനിമാ നടിയായി മാറട്ടെ എന്ന് ആശിക്കുന്നു. അത് ഇപ്പോ പറയുകയാണെങ്കിൽ ആ എനർജി, അതെ, ആ എനർജി അതുപോലെ നിലനിർത്തണം. പിന്നല്ലാതെ ഇവിടെ വരാതെ എവിടെ പോവാൻ? ഉറപ്പായിട്ടും അമ്മയ്ക്ക് ഇതേ എനർജിയിൽ ഇങ്ങനെ എന്നെ ഡാൻസ് ചെയ്ത് ഗംഭീരാക്കാൻ പറ്റട്ടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു, താങ്ക് യു. കോമഡി ഉത്സവത്തിൽ അടുത്തൊരു സ്പെഷ്യൽ പെർഫോമൻസ്. നമ്മൾ ഒരിക്കൽ കൂടി നമ്മുടെ മുമ്പിലേക്ക് നമ്മളൊരു സ്റ്റാർ ഡുവോനെ കൊണ്ടുവരാൻ പോകുന്നു. ലെറ്റ്സ് വെൽക്കം Amit and Sakshi. Welcome back, welcome back. The last performance that you did, enthralled everyone out here. So calling you back again for another scintillating performance. Thank you so much. All the best. Stage all yours. Thank you.
The one thing that we should say is the way that you mix styles and the ease in which you performed it. That's just amazing. Thank you so much. നമുക്ക് എല്ലാവരും പലപ്പോഴും ഒരു സ്റ്റൈല് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്ത് അതെ. ചെയ്യുന്നത് കാണാം, അല്ലെങ്കിൽ സിനിമാറ്റിക്കിലോട്ട് പോകും. പക്ഷെ ഇവര് ഓരോ സാധനം ചെയ്യുമ്പോഴും അതിനകത്ത് ഇപ്പോ ഒരു ടാങ്കോ കണ്ടു കഴിഞ്ഞാൽ ടാങ്കോയിൽ നിന്ന് നേരെ മറ്റേ ബോളിവുഡിലോട്ടൊക്കെ പോകുമ്പോൾ ആ ഈസ് ഭയങ്കര രസമാണ്. അത് കണ്ടിരിക്കാൻ ഭയങ്കര സൂതിങ് ടു വാച്ച്. Usually when we go to the restaurants, we will order for the repeat only for the favorite items. This Comedy Ulsavam is asking for that repeat of you. Thank you so much. That's because of your performance itself, not myself. The whole audience is asking for the repeat of your performance. Thank you so much. Means a lot. You are including that signature step, no? That jalebi making step. Jalebi making step, no? It's beautiful. You want to include in every song you perform. അത് അവരുടെ മറ്റേ റെക്കോർഡാണ്. ഏറ്റവും കൂടുതൽ സ്പിൻസ്. Record ആണ്. How many spins was it? 200 in a minute. 200 spins in a minute. Shah Rukh Khan's signature step is like this, but yours is like this. Yes, yes. Jalebi making step. Jalebi making step. Who is the choreographer of this dance? We both do it together. You are not you're hand picking from any other dances. No. You itself are composing. You both are composing. Yes. Yeah, we have learned salsa and different dance and Latin. So we have clubbed it together and put up in the Bollywood song. So Bollywood, the people who understand the Hindi or maybe any other song, for example Tollywood, they will love more to see the performance because the song is different and the dance style is different. So that's why we thought and made a one new style. അതാണ് അവരുടെ മിക്സിംഗ് ഭയങ്കര രസമാണ്. You are like Indigo flight, budgeted dancers. Budgeted dancer, really. You don't need more space, no equipments, no properties, no dancers. You both itself is काफी है. Thank you so much. आप दोनों ही काफी है मेगा शो के लिए. Thank you so much, sir. Well done. Come again, please once more. പ്രജോട്ടാ, അല്ല മിഥുനെ, നമുക്ക് പറയാനുള്ളത് ഇപ്പം നിങ്ങൾ എല്ലാ പാട്ടുകളും ഹിന്ദി എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മുടെ മലയാളം പാട്ട് സ്പീഡുള്ള പാട്ടുകളുണ്ട്, അതും ഇടയ്ക്കൊന്ന് മിക്സ് റിക്വസ്റ്റ് ആണ്, ഞങ്ങളുടെ റിക്വസ്റ്റ് ആണ്. Yeah, sure. Yeah, sure. Next time, Next time. want you to dance. Yes, sure, sir. നെക്സ്റ്റ് ടൈം. Yes, ഇന്ന് definitely. സത്യം പറഞ്ഞ ബല്ലേ ബല്ലേ എന്ന് പറഞ്ഞ മറ്റേ ഇത് വന്നപ്പോഴേ ഞാൻ വിചാരിച്ചു താങ്ങനക്കത്തില്ലെന്നല്ലോ. ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചു. അത് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഒരു പെർഫോമൻസ് അറിയാലോ, ഹൈ എനർജി ലെവൽ പെർഫോമൻസ്. Thank you so much, sir. Thank you. Thank you so much. Great having you here. Thank you so much. എങ്ങനെയുണ്ട്? Thanks a lot. Thank you. Thank you. Okay. Spinning തുടങ്ങി, വാഗ്ചക്രം കറങ്ങി തുടങ്ങി. Starting mimicry competition on Comedy Ulsavam. Let's welcome Mithun and Jain. സുഖാണോ? സുഖമാണ്. ഇവിടെ വന്നൊന്ന് പെർഫോം ചെയ്ത് പോയിട്ടൊക്കെ എങ്ങനെയുണ്ട്? വീട്ടിൽ ചെന്ന് ഇപ്പൊ നാട്ടിലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു അടിപൊളിയാണ്. എന്നെ അംഗീകരിക്കാതിരുന്ന ആൾക്കാരൊക്കെ എന്നെ അങ്ങോട്ട് ചേർത്ത് നിർത്തിയിട്ട് അതല്ലേ വേണ്ടത്, അതാണല്ലോ നമുക്ക് ഏറ്റവും ആവശ്യം അല്ലേ? എന്റെ മകൻ വീട്ടിൽ ചെന്ന് എന്റെ പരിപാടി കണ്ടു കഴിഞ്ഞാൽ അന്ന് രാത്രി എന്നോട് പറഞ്ഞു, പപ്പ ഇപ്പൊ ഈ വലിയ റിച്ച് ചാനലിലൊക്കെ പരിപാടി വരും പറഞ്ഞിട്ട്. ഭയങ്കര ജാടയാണെന്ന് പറഞ്ഞ ആളാ മോനാ. പിന്നെ ഈ ഫ്ലോറിൽ വന്നതുകൊണ്ട് എന്നെ ഇഷ്ടംപോലെ ആൾക്കാർ അറിയാനിടയായി. അതുകൊണ്ട് ഈ ഫ്ലവേഴ്സ് ചാനലിനോടും പിന്നെ കോമഡി ഉത്സവം എല്ലാ ടീമംഗങ്ങളോടും എന്റെ പ്രത്യേക നന്ദി. ഇതിന് ഭയങ്കര എളിമ വന്നല്ല, എളിമപ്പെട്ടു. ആരൊക്കെ ലിസ്റ്റിലുള്ള? ലിസ്റ്റില് അടൂർ ഭവാനിയമ്മ, പിന്നെ കോട്ടയം പ്രതിഭേട്ടൻ. ആദ്യമായിട്ടല്ലേ പറഞ്ഞത് അല്ലേ? അതെ അതെ. എവിടെയാണ് വീട്? എവിടെയാണ് ജയൻ? കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിക്കടുത്തുള്ള ചെറിയ കുമ്പളം എന്ന് പറഞ്ഞ സ്ഥലത്ത്. ആണ്. എന്താ ചെയ്യണ ജയൻ അവിടെ? എന്താ ചെയ്യണം? ഞാൻ സാധാ കൂലിപ്പണിയാണ്. ആണ്. അതിന്റെ കൂടെ അപ്പൊ നമ്മൾ മിമിക്രി കൊണ്ടുപോകാറുണ്ട്. ട്രൂപ്പ് ഉണ്ടോ? ഉണ്ട്. ഏതാണത്? ജോക്കേഴ്സ് കാലിക്കറ്റ് എന്നുള്ള ട്രൂപ്പാണ്. ഓ അത് ശരി, ജോക്കേഴ്സ് കാലിക്കറ്റ്. ഓക്കെ. അപ്പൊ അതില് ഗംഭീരമായിട്ട് ഷോ ഇമിറ്റേഷൻ നന്നായിട്ട് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഇമിറ്റേഷൻ ചെയ്യാറുണ്ട്. കൂടുതലും പാട്ടും മണിച്ചേട്ടന്റെ പാട്ടും പാടാറുണ്ട്. അത് ശരി. അപ്പൊ ഇന്ന് ആരൊക്കെ ലിസ്റ്റില്? ഇന്ന് ജനാർദ്ദൻ സാറും പിന്നെ വെള്ളാപ്പള്ളി നടൻ സാറും. ഐശ്വര്യായിട്ട് മിഥുനെ റിച്ച് സ്പിൻ. ഓ ജസ്റ്റ് മിസ് മിഥുനെ, ജസ്റ്റ് മിസ്. 23. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 23. സലീം കുമാർ. എന്താണ് കാണിക്കണത്? എനിക്കൊന്നും അറിയാൻ പാടില്ല. തിരിച്ചു പോകൂ, ഒന്നു പോകൂ ഓമലാളേ, ചപലമി മോഹം വ്യാമോഹം. മോൻ ചെല്ലിട്ട് വീട്ടിൽ ചെല്ലിട്ടാ. മോൻ പറഞ്ഞോളൂ. പക്ഷേ കുഴപ്പമില്ലായിരുന്നു കേട്ടാ.
ജയൻ സ്പിൻ. Oh, let's open number 25. ലിസ്റ്റിലുള്ളത് കിട്ടി. കലക്കി. ഭാഗ്യമുണ്ട്. ലിസ്റ്റിലുള്ള കിട്ടുകയും ചെയ്ത് കളറും കിട്ടി. വെള്ളാപ്പള്ളി നടേശൻ സാർ. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷവും അതുപോലെ തന്നെ അഭിമാനകരവുമായ ഒരു നിമിഷമാണ്. കാരണം ഞാൻ ഈ യോഗത്തിൽ വരുമ്പോൾ ഈ യോഗത്തിൻ്റെ അവസ്ഥ ഒരുപാട് കുറവുണ്ടായിരുന്നു. ഞാൻ വന്നപ്പോൾ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും അതുപോലെ തന്നെ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഒരു പോയിന്റും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതെ അതെ അതെ. ഇനിയിപ്പോ ഒരു സ്പിന്നും കൂടി എടുക്കണോ? എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ പോയിന്റ് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. വേണോ? വേണ്ട സാർ. വേണ്ട. ഓക്കെ ഓക്കെ. ശരി മിഥുനെ അടുത്ത സ്പിൻ അടിച്ചോ. One or two? One. Let's open number 1. ലിസ്റ്റിലുള്ളത് കലക്കി. അപ്പൊ 2 പേർക്ക് ഓരോ പോയിന്റ് വരാൻ പോവാണ്. ഓക്കെ. അടു ഭവാനി. മലയാളം മോൻ പറഞ്ഞത് അല്ലേ? കലക്കി. അടുത്ത സ്പിന്ന്. ഇതിൽ ജയിക്കാൻ നോക്കണം, അല്ലെ ടൈ ആണ് കേട്ടോ. ഓക്കെ. 22. Let's open number 22. രഞ്ജി പണിക്കർ. ശ്രമിക്കാം. ഈ കേസ് അന്വേഷണം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് CBI വരണം. എന്നാലും മൈക്ക് കൂടിക്ക് വിളിച്ചു പറഞ്ഞ മോശം. ഞാൻ ഈ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? അതിന് നീ നാട്ടുകാരുടെ മുഖത്ത് നോക്കാറില്ലല്ലോ. ഈ നാട്ടുകാരെങ്ങനെ നിന്റെ മുഖത്ത് നോക്കും? ഒരു കാര്യമില്ലാതെ ചോദിച്ചു. അന്വേഷണം തിരിച്ചേട്ടാ ഒന്ന് വരൂ. അപ്പോ ഇനി മിഥുന്റെ ലിസ്റ്റിൽ ഒരാളും കൂടി. ആരാണ്? കോട്ടയം പ്രതിഭയുടെ. ഓക്കെ, അത് കേൾക്കാം. ഇനിയും പരസ്പരം ഒന്ന് കാണണമെന്നോ? ഒന്ന് കണ്ടതിന് മുതലാ ഈ ഇരിക്കുന്നേ. ഒന്ന് പോയേടി. ഇതെന്തോന്നാ, ഗുസ്തിയോ? ഈ ഗുസ്തിയൊക്കെ പഠിച്ചിട്ട് ആരുടെയെങ്കിലും മെക്കിട്ട് കയറാനാണോടാ? ദേ, നിന്റെ സംസാരത്തിലുള്ള സംസ്കാരമാണ് ഇവൻ എന്നെ കാണുമ്പോഴുള്ള സംസാരത്തിന്റെ സംസ്കാരം. കലക്കി മിഥുൻ, കലക്കി. ജയന്റെ ലിസ്റ്റിൽ ഒരാളും കൂടി. ആരാണ്? ജനാർദ്ദൻ സാർ. ജനാർദ്ദൻ സാർ, കേൾക്കാം. ഈ വെള്ളക്കഷായത്തിന്റെ കൂട്ട് എനിക്കും ഒന്ന് പറഞ്ഞു താടാ. ഇത് അല്പാൽപ്പം കഴിച്ച് ഇതില്ലാതെ ഇപ്പോൾ ജീവിക്കാൻ പറ്റാതെയായി. എനിക്ക് എന്നാത്തിനാടാ ഈ വാച്ച്? ഈ വാച്ച് നീ വച്ചോ, പകരം നിന്റെ കയ്യിലുള്ള വെള്ളക്കഷായം എനിക്ക് തരാവോ? നല്ല രുചി. അപ്പൊ 2 പേർക്ക് ഓരോ പോയിന്റ് ആണ്. ടിഞ്ചേട്ടാ പോയിന്റ് കിട്ടിയാ? അപ്പൊ എന്തായാലും അതിലോട്ട് തുടങ്ങാം. ടിഞ്ചേട്ടാ പറയൂ. കഴിഞ്ഞ തവണ വന്നതിനേക്കാളുള്ള മാറ്റം എന്താണെന്നറിയോ? ഇല്ല. ഇനി ജാട കാണിക്കാം. മകൻ പറഞ്ഞ പോലെ തന്നെ എന്താന്ന് പറഞ്ഞാല് പെർഫെക്റ്റ് ആർട്ടിസ്റ്റ് ആയിട്ട് ഇപ്പൊ വളരെ കൂളാണ്. കഴിഞ്ഞ പ്രാവശ്യം ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഈ പ്രാവശ്യം വന്നപ്പോ പെർഫെക്റ്റ് ആയിട്ടാ. അതും പുതിയ 2 പേരെ കൂടി കൊണ്ടുവന്നുള്ളതാണ്. മനസ്സിലായി ജയ? അപ്പൊ ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് കിടക്കാം, അല്ല അടുത്ത ക്ലാസ്സിലേക്ക് കയറാം. ഈ ക്ലാസ് പാസ്സായി. ഓ സന്തോഷമായി, റിസൾട്ട് വന്നു, പാസ്സായിരിക്കുന്നു. ഇനി അടുത്ത സെക്ഷൻ സ്പോട്ട് ഡബിങ്ങിലേക്ക് വരാം കേട്ടോ, അല്ലെങ്കിൽ 1 man ഷോയിലേക്ക് എത്തണം. ഓക്കെ, തീർച്ചയായിട്ടും. മിഥുൻ, ജയ രണ്ടുപേരും രസമാക്കി. പിന്നെ മിഥുന് പറയുന്ന പോലെ നമ്മൾ റിച്ച് ആണെന്ന് പറയുന്നത്, റിച്ച് ചാനൽ എന്ന് പറയുന്ന പോലെ മിമിക്രി നല്ല റിച്ച് ആക്കി എന്നുള്ള അല്ല, ആ കോൺഫിഡൻസ് ഭയങ്കര രസമായിരുന്നു കേട്ടോ. നിങ്ങളത് അവിടെ ചെല്ലുമ്പോ എല്ലാവരും റിച്ച് വേണമെന്ന് റിച്ച് ആവുമെന്ന് നോക്കാം, നമുക്ക് നോക്കാം. ജയന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇപ്പം 2 സ്റ്റാർ എടുത്ത് രസമായിരുന്നു. വെള്ളാപ്പള്ളിയുടെ സാർ നമ്മൾ സാധാരണ മിമിക്രി ചെയ്യുമ്പോഴാണ് അത് അങ്ങനെ പറയുന്നത്. പക്ഷേ ജയൻ പറഞ്ഞ വോയിസ് ഇല്ലേ, അത് ഭയങ്കര പക്ക ലൈവ് വോയിസ് ആണ്. ശരിക്കും വെള്ളാപ്പള്ളിയുടെ സാറിന്റെ കറക്റ്റ് ലൈവ് വോയിസ് ആണ് അത്. സാർ ഈ നമ്മൾ തിരിയാതെ പറയുന്നതല്ല, ഇങ്ങനെ തെറ്റിച്ച് പറയുന്ന ഒരു സംഭവം ഉണ്ട്, അത് കറക്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ വലിയ സന്തോഷം നിങ്ങൾ രണ്ടുപേരും ഇവിടെ പ്രസന്റ് ചെയ്യാൻ കഴിയുന്നത്. അപ്പൊ ഇനി 2 പേർക്ക് ഓരോ സ്പിന്നുണ്ട്. 2 പേർക്ക് എന്താണ് കിട്ടാൻ നോക്കാം അല്ലെ? റിച്ചാവുന്നുള്ളത്. അതെ, മിഥുൻ സ്പിന്നി. അടിപൊളി. അപ്പൊ ഇന്ന് മുതലേ ഇത് മിഥുൻ രമേശും, ഇത് റിച്ച് മിഥുൻ. ഡയമണ്ട്. അപ്പൊ ഇനി സ്പിൻ ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് ആ ഡയമണ്ട് അങ്ങ് എടുക്കുകയാണ്. 2 പേരും എന്തായാലും ഷെയർ ചെയ്യേണ്ടതാണ് അല്ലേ? അത് പൊളിച്ചു. അപ്പോ
10,000 രൂപ കിട്ടിയിരിക്കുകയാണ്. 10,000 രൂപ കേട്ടോ. രണ്ടുപേരും ഷെയർ ചെയ്യണം, കാരണം രണ്ടുപേരും ടൈ ആണ് കേട്ടോ. 5,000 ഓക്കെ കൊടുക്കണോട്ടോ. കൊടുക്കണം. അപ്പൊ രണ്ടുപേരും കൈപിടിച്ചിട്ടും ചേട്ടാ മുമ്പോട്ട്. നമ്മുടെ കോമഡി ഉത്സവത്തിൽ ഇനി അടുത്തത് സ്പോട്ട് ഡബിംഗിനായിട്ട് എത്തുന്നു രതീഷ് ചേർത്തല. വെൽക്കം ബാക്ക് രതീഷ്, വെൽക്കം ബാക്ക്. രതീഷ് എങ്ങനെയുണ്ട് ഇപ്പൊ നമ്മുടെ റെസ്പോൺസ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ല റെസ്പോൺസ് ആണ് അല്ലേ? ഇവിടെ നിന്ന് പോയിട്ട് ഒരു സ്കൂളിൽ ഒരു ഗസ്റ്റ് ഒക്കെ ആയിട്ട്. ആണോ? ഓ അടിപൊളി. ഏതോ അഭിനയിച്ചില്ലേ? ഏതോ ഒരു ഷോർട്ട് ഫിലിമും സിനിമ അഭിനേതാവായിട്ട് തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ജോലി വിടാറായ? അപ്പൊ ഇന്ന് ആർക്കും ഇന്ന് നമ്മുടെ തലാജിത്ത്, സിജു വിൽസൺ, ജയൻ സർ. ഓ മിക്സ്. ഓക്കെ, വിഷ്വൽ റെഡി ആക്കട്ടെ? യെസ്. ഓക്കെ, ലെറ്റ്സ് ഗോ. വിഷ്വൽ. സ്മാർട്ട് കമ്മീഷണർ സ്മാർട്ട് ആൻഡോ ஸ்மார்ட் இதை நான் பர்சனலாக என்ன ஜெயிக்க என்னுடைய வாழ்த்துக்கள். இந்த வருடத்தில் இந்த கிளைக்கு மட்டும் 18 முறை வந்துள்ளார்கள். 19வது வரமாட்டீர்களா என்ன? குண்டு கிடைத்து விட்டது. சேர்மன் சார் வாடா. இல்ல புரியல முடியலன்னு சொன்னா இவனுக்கு ஓவர் വില്ലണ്ടാ. വെറുതെ മത്സരിക്കാൻ നിൽക്കണ്ട, നീ തോറ്റുപോകും. കാരണം നിനക്ക് ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഞാനത് പണ്ട് ഉപേക്ഷിച്ച. ഞാൻ ക്ഷമിക്കണമെങ്കിൽ എന്നെ അടിക്കണം. പള്ളിക്കകത്ത് അലമ്പ് കാണിച്ച ഞാൻ അടിക്കും. ഇനി അടിക്കും. ഞാനൊരു തെണ്ടിയായിരുന്നില്ല. സാഹചര്യം എന്നെ ഒരു പോക്കറ്റടിക്കാരനാക്കി. ജീവിക്കാൻ വേണ്ടി ഒരിക്കലും ഞാൻ ഇറന്നിട്ടില്ല. എന്നെ എതിർത്ത് സംസാരിക്കാൻ തക്കവണ്ണം നീ വളർന്നു അല്ലേ? എന്നെ എതിർക്കുന്നവർക്കുള്ള അനുഭവം എന്താണെന്ന് അറിയാമല്ലോ. എന്തായാലും ഞാനത് പ്രശ്നമാക്കുന്നതല്ല. എതിർപ്പ് എനിക്കൊരു വെല്ലുവിളിയാണെന്ന കാര്യം നിങ്ങൾക്കും അറിയാമല്ലോ. കുട്ടികളുടെ കളിപ്പാട്ടമില്ലത്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചോര വരും. അതിൽപ്പം വിലയുള്ള സാധനമാണ്. എന്താല്ലേ ട്രാൻസ്ഫോർമേഷൻ ആലോചിച്ചോണേ. അജിത്ത് അറിയുന്നത് അല്ലേ? ഇത് ബ്രില്യന്റ് ആണ് കേട്ടോ. സിജു വിൽസൺ ഒക്കെ ഉണ്ടല്ലോ പക്ക. അത് വരയെന്ന് പറഞ്ഞ സിനിമ. വരയെന്ന്. ഓക്കെ ചേട്ടാ, നിങ്ങൾ മെഡിക്കൽ റെപ്പാണ്, സിജു വിൽസൺ നഴ്സിംഗിന് പോകാൻ ഇരുന്നതാണ്. ഭയങ്കര ബന്ധമാണ് കേട്ടോ. അത് ആ ഡബിങ്ങിലാണ് ആ ബന്ധം മനസ്സിലായത്. അത്ര പെർഫെക്ഷൻ ട്ടാ. മറ്റു രണ്ടെണ്ണം മോശമൊന്നല്ല ഞാൻ പറയുന്നത്, അത് ഗംഭീരമുണ്ട്. പക്ഷെ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് അത്ര അടുത്ത് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് പറഞ്ഞത് കേട്ടോ. മറ്റതും ഗംഭീരമായിരുന്നു, പക്ഷെ സിജുവിന്റെ ഇതുപോലെ ചെയ്തിരിക്കുന്ന ഇതുവരെ ആയിട്ട് ലോകത്താരുമില്ല. പക്ഷേ ഉത്സവത്തിൽ എനിക്ക് തോന്നുന്നു കുറച്ച് സമയം കൊണ്ട് കുറച്ച് എൻട്രികൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ സമയം കൊണ്ട് കൂടുതൽ പേരെടുത്ത ഒരു ആർട്ടിസ്റ്റാണ് രതീഷ്. അത് എനിക്ക് തോന്നുന്നു രതീഷിന്റെ ഒരു പെർഫെക്ഷൻ ആണ്. കാര്യം ജയൻ സാർ നമ്മൾ വലിച്ചു നീട്ടി പലരും ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇത് വളരെ കറക്റ്റ് മീറ്റർ ആയിരുന്നു കേട്ടോ. ആ സിനിമ നമ്മൾ കാണുന്ന അതേ മീറ്റർ ചെയ്തു. അതുപോലെ സിജു വിൽസൺ അടിപൊളി. കലക്കനാണ് കേട്ടോ. പറഞ്ഞോളെ സിജു കണ്ടിട്ടുണ്ടോ ഇത്? ഇല്ല, കണ്ടിട്ടില്ല. ശരിക്കും അത് കണ്ടു കഴിഞ്ഞാൽ അത് പുള്ളി നെട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. മാത്രമല്ല കുറച്ച് നാളത്തേക്ക് ഡബിംഗ് ഒക്കെ ഏൽപ്പിക്കാനും. അപ്പൊ ആ ക്ലിപ്പ് അയച്ചെന്നുള്ള നമ്മൾ അയച്ചു കൊടുക്കാം. കലക്കി രതീഷ്, കലക്കി. എല്ലാവരും നല്ലൊരു കൈ രതീഷ്. താങ്ക് യു രതീഷ്, താങ്ക് യു.